തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി നഗരസഭയിൽ വികസനം മുഖ്യ ചർച്ചയാക്കി ബി.ജെ.പി. നഗരസഭയെ അടിമുടി മാറ്റുന്നതിന് ആവശ്യമായ പദ്ധതികളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പാലിറ്റികളിൽ ഒന്നായ കണ്ണൂരിലെ തലശ്ശേരിയെ ആധുനിക രീതിയിൽ നവീകരിക്കുമെന്നതാണ് പ്രധാന വാഗ്ദാനം. മുനിസിപ്പാലിറ്റിയായി പതിറ്റാണ്ടുകളായിട്ടും മാറ്റമില്ലാതെ കിടക്കുന്ന തലശ്ശേരിയെ അടിമുടി മാറ്റുന്ന വികസന പദ്ധതികളുമായാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പരിമിതികളിൽ നിന്ന് തലശ്ശേരിയെ മുക്തമാക്കാൻ 1000 കോടി രൂപയുടെ വികസനം നടപ്പാക്കുമെന്നാണ് വാഗ്ദാനം. ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ തലശ്ശേരി നഗരസഭയെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും നഗരസഭാ പരിധിയിൽ ബസ്സിൽ സൗജന്യ യാത്രയും +2 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുമെന്നുമുള്ള വമ്പൻ പദ്ധതികളും ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ നഗരസഭയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിൽ ഈ നഗരസഭയെ ഞങ്ങൾ ഉൾപ്പെടുത്തും. അമൃത് പദ്ധതിയിൽ നഗരസഭ ഉൾപ്പെട്ടാൽ നിശ്ചയമായും ഏതാണ്ട് 1000 കോടി രൂപയുടെ 500-നും 1000-നും ഇടയിൽ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ നഗരസഭയിൽ കൊണ്ടുവരാൻ ബി.ജെ.പിക്ക് കഴിയും. ഒന്ന്, നഗരസഭയിൽ എല്ലാ സ്ത്രീകൾക്കും 10 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായ ബസ് യാത്രാ സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് അത് നടപ്പാക്കാനുള്ള പദ്ധതികളുണ്ട്. മറ്റൊന്ന്, നഗരസഭയിലെ എല്ലാ BPL കുടുംബങ്ങൾക്കും സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സൗജന്യ വൈദ്യുതി നൽകുന്നതാണ്. മാത്രമല്ല, +2 വിജയികൾക്ക് അതെത്ര മാർക്ക് നേടിയോ ഇല്ലയോ എന്നുള്ളതല്ല, നഗരസഭയിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ എല്ലാ +2 വിജയ വിദ്യാർത്ഥികൾക്കും സൗജന്യമായിട്ടുള്ള ലാപ്ടോപ്പ് ഞങ്ങൾ വിതരണം ചെയ്യും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടെ പിന്നാക്കം നിൽക്കുന്ന തലശ്ശേരിയെ 1-ാം നമ്പർ നഗരസഭയാക്കുമെന്നും ബി.ജെ.പി. നേതൃത്വം പറയുന്നു. ജനം, കണ്ണൂർ.